ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തലശ്ശേരി ധർമ്മടം അണ്ടല്ലൂർക്കാവ് ഉത്സവം അടുത്തെത്താറായി. അടുത്ത മാസം 13 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം, നമ്മുടെ കൊറോണയ്ക്ക് ഉത്സവം നടന്നില്ല. അതിനുശേഷം 2022 അതിഗംഭീരമായി തന്നെ നമ്മുടെ കേരളത്തിൽ എവിടെയും കാണാത്ത ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു ഉത്സവമാണ് അണ്ടല്ലൂർക്കാവ് ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന ഉത്സവത്തിന് ഒരു നാടോടി പെൺകുട്ടിയുടെ ഫോട്ടോ വൈറലായിരുന്നു. ഈ നാട്ടിലെ ഏതോ ഒരു ഫോട്ടോഗ്രാഫർ അതെടുത്തങ്ങ് വൈറലാക്കി. ആക്ച്വലി ആ വർഷം നടന്ന അണ്ടല്ലൂർക്കാവ് ഉത്സവത്തിൻ്റെ പ്രാധാന്യം ഒന്നും തന്നെ വൈറലാകുകയോ അതൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയോ ചെയ്യാതെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ മാത്രം വല്ലാണ്ട് വൈറലാക്കി. എനിക്ക് പ്രയാഗ്രാജിലെ പെൺകുട്ടിയുടെ വീഡിയോ വൈറലായപ്പോഴും അങ്ങനെയാണ് തോന്നിയത്. ആ വ്യക്തിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഒരുപാട് മലയാളി ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംശയം, ഒരു മേളയുടെ പ്രാധാന്യം കുറയ്ക്കുക എന്നത് ചിലരുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ആ കുട്ടിക്ക് നല്ലത് വരട്ടെ, അവൾക്ക് ഒരുപാട് ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടായി, എല്ലാം ശരിയാണ്. പക്ഷേ പ്രയാഗ്രാജിലെ മറ്റ് ഒരുപാട് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒന്നും തന്നെ ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി വൈറലായില്ല എന്നത് വളരെ ദുഃഖകരമായ സത്യമാണ്. നമുക്കെല്ലാവർക്കും തന്നെ അവിടെ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യവും ഈ പോയ ഒരു വീഡിയോഗ്രാഫർമാരും അത് പകർത്തിയില്ല എന്നുള്ളത് വളരെയധികം സങ്കടം തോന്നിപ്പോകുന്നു.